നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിൻ്റെ 13ാം ദിവസമായി ഇന്ന് വിപുലമായ ചർച്ചകളാണ് സഭയിൽ നടന്നത്. വിവിധ ധനാഭ്യർത്ഥനകളുമേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടന്നു. ഒപ്പം ഒരു ധനകാര്യ ബില്ലും സഭ ഇന്ന് പരിഗണിച്ചു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. മുതലപ്പുഴ അഴിമുഖത്തുണ്ടാകുന്ന അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം, തീരസംരക്ഷണം, പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനായുള്ള പൂൾഡ് ഫണ്ട്, പട്ടികജാതി വിഭാഗക്കാർക്ക് ഭവന നിർമ്മാണത്തിന് പ്രത്യേക പദ്ധതി, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. മുതലപ്പുഴയെ അപകടരഹിതമാക്കാനുള്ള എല്ലാ നടപടിയും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം മറുപടി പറഞ്ഞ മന്ത്രി ശ്രീ VN വാസവൻ അറിയിച്ചു. അവിടെ പ്രത്യേകമായി സുരക്ഷാ ഭടന്മാരെ നിയോഗിക്കുകയും അതേപോലെ തന്നെ അവർക്ക് ലൈഫ് ജാക്കറ്റ് നൽകുകയും പ്രത്യേകമായി അപകട സമയത്ത് പോകാതിരിക്കാനുള്ള പൊതു തീരുമാനം മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധി എല്ലാം കൂടി ചേർന്നൊരു തീരുമാനമെടുക്കുകയും അതോടൊപ്പം ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കാനും ആംബുലൻസ് സർവീസ് ഉറപ്പാക്കാനും ഇങ്ങനെയുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സമർപ്പിച്ച 164 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസനം ഉൾപ്പെടെയുള്ള 164 കോടി രൂപയുടെ പദ്ധതി രൂപരേഖ തയ്യാറാക്കി പ്രധാനമന്ത്രി മത്സ്യസമ്പദന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിലെ സാങ്കേതിക സമിതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കടലാക്രമണം രൂക്ഷമായ 10 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രത്യേക സുരക്ഷ ഒരുക്കി വരുന്നതായി ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അറിയിച്ചു. നമ്മൾ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ നിർമ്മാണം നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തിയത്. അങ്ങനെ കേരളത്തിൽ ഇതിനോടകമായി തന്നെ 10 ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചെല്ലാനത്ത് വളരെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിർമ്മിതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കടലാക്രമണം കൂടുതൽ രൂക്ഷമാവുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ പാക്കേജ് ആലോചനയിലാണെന്നും മന്ത്രി പറഞ്ഞു. അവിടെ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ പാക്കേജ് പോലെ ഇക്കാര്യങ്ങളിൽ രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ കുറെ കൂടി കാര്യക്ഷമമായി പരിശോധിച്ച് പരിഹരിക്കാൻ കഴിയത്തക്ക മാർഗം അവലംബിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. വിദേശത്ത് ജോലിക്കും പഠനത്തിനുമായി പോകുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായം കാലതാമസം കൂടാതെ നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു പറഞ്ഞു. അപ്പോൾ വിദേശത്ത് പഠിപ്പിക്കുന്നതിനും അവിടെ ജോലി ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് 1 ലക്ഷം, അതേപോലെ തന്നെ പട്ടിക വർഗ വിഭാഗക്കാർക്ക് 25 ലക്ഷം രൂപ ഇങ്ങനെയുള്ള പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. പൂർത്തീകരിക്കാത്ത ഭവനങ്ങളിൽ താമസിക്കുന്ന പട്ടിക വിഭാഗ കുടുംബങ്ങൾക്ക് സുരക്ഷ ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണങ്ങൾ കൊണ്ട് വീട് പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ നിൽക്കുന്ന വീടുകൾ നമുക്ക് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് സേഫ് പദ്ധതിയിൽ നമ്മൾ 2 ലക്ഷം രൂപ അനുവദിച്ച് അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ മൂലമുള്ള മരണം വർദ്ധിക്കുന്നു എന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. റൂൾ 50 നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കാനാവശ്യപ്പെട്ട് സർവശ്രീ TV ഇബ്രാഹിം, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ, ശ്രീമതി ഉമ തോമസ്, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്ന സാഹചര്യത്തെ ആരോഗ്യവകുപ്പ് വളരെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നത് എന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ ശ്രീ TV ഇബ്രാഹിം ആരോപിച്ചു. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പീരിയോഡിക്കലായിട്ടുള്ള മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് സർ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത്
അവരുടെ ആമുഖ ഭാഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ സർക്കാരിന്റെ ശാസ്ത്രീയമായ ഇടപെടലിന്റെ ഭാഗമായി മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മറുപടിയായി പറഞ്ഞു. രോഗം രൂക്ഷമായ മലപ്പുറം വള്ളിക്കുന്നിൽ ആരും ഇപ്പോൾ IP അഡ്മിഷനിൽ ഇല്ലെന്നും നിലവിൽ ആശങ്ക വേണ്ടെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ജൂൺ മാസം 1-ാം തീയതി മുതലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. സർ, ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ ആരോഗ്യവകുപ്പ് അങ്ങനെയാണല്ലോ സർ ഡിറ്റക്ട് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് നമുക്ക് ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളും ഈ പ്രദേശങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. സർ, ഇത് ഈ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു പൊതു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ശ്രമിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഈ പറഞ്ഞ ഡേറ്റകളെല്ലാം വസ്തുനിഷ്ഠമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം സംസ്ഥാനത്ത് ഇല്ല. ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. സർ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്താൻ ഒരു ഏകോപനമുണ്ടാക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമുണ്ടാക്കി അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. വടക്കൻ മലബാറിലെ ട്രെയിൻ യാത്രാക്ലേശം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് സംബന്ധിച്ച് ശ്രീ EK വിജയൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി ശ്രീ V അബ്ദുറഹിമാനും മൂവാറ്റുപുഴ പെരിയാർ വാലി ജലസേചന കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി തീർക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും മറുപടി പറഞ്ഞു. ജനറൽ കമ്പാർട്ട്മെന്റിൽ കുറച്ചതിനാൽ അൺറിസർവ്ഡ് റിസർവേഷൻ കമ്പാർട്ടുകളിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നു തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നാളെ 3/7/2024 ദക്ഷിണ റെയിൽവേ മാനേജർ, ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരം, ഡിവിഷണൽ മാനേജർ പാലക്കാട്, മാനേജിംഗ് ഡയറക്ടർ KRDCL എന്നിവയെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ തുക അടയ്ക്കാത്തത് മുഖേന വൈദ്യുതി വകുപ്പ് ഫീസ് വരുന്ന പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളിലേക്ക് പകർന്നു നൽകാൻ യാതൊരു രീതിയിലുള്ള അവകാശവുമില്ല. മാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കോ ദൈനംദിന കാര്യങ്ങൾക്കോ ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ കഴിയാത്തതായ ഗുരുതരമായ സാഹചര്യമാണ്. വൈത്തിരിയിലെ താലൂക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറ്റവും വേഗതയിൽ എങ്ങനെ സാമ്പത്തിക സാധ്യതകൾക്കനുസരിച്ച് ചെയ്യാൻ കഴിയും എന്ന കാര്യവും പരിശോധിക്കാവുന്നു. സർ, കൊടുവായൂർ പിട്ടുപീടിക മാങ്ങോട് റോഡ് നബാർഡ് സ്കീമിൽ വന്നതാണ്. സർ, കരാറുകാരന് ഏറ്റെടുത്തു വന്നു, ആ റോഡ് പൊളിച്ചിട്ടു. അതിനുശേഷം ആ കോടതിയിൽ പോയി ആ കരാറുകാരനും അവിടെ നിന്ന് മുങ്ങി. ഇപ്പോൾ ആ പിട്ടുപീടിക മാങ്ങോട് റോഡിലൂടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. സർ, അവിടെ കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നെന്മാറ മണ്ഡലത്തിലെ CMTയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് എത്രയും വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവും PWD നടത്തും എന്ന് സഭയെ അറിയിക്കുക. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 8, 22, 35, 36 നമ്പർ ധന അഭ്യർത്ഥനകളുമേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ സംബന്ധിച്ച് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് മറുപടി പറഞ്ഞു. കേരള സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ 63% വർദ്ധിച്ചു എന്നാണ്. 63%. ഇവിടെ ഈ മാധ്യമങ്ങളും നിങ്ങളും എല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു, കുട്ടികൾ മുഴുവൻ കേരളം വിടുന്നു. കേരളത്തിലേക്ക് 63% കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ കൂടി. കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത അഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. തുടർന്ന് സഭ നിയമനിർമ്മാണ കാര്യത്തിലേക്ക് കടന്നു. 2024 കേരള ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14ൻ്റെയും സംയുക്ത പരിഗണനക്കായി സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ 8ൻ്റെ അയക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനകാര്യ ബിൽ
മരാമത്തും ഗതാഗതവും വാർത്താവിനിമയവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 5-ൻ്റെയും വിദ്യുച്ഛക്തിയും തൊഴിലും തൊഴിലാളി ക്ഷേമവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 7-ൻ്റെയും ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 14-ൻ്റെയും സംയുക്ത പരിഗണനയ്ക്കായി സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 8-ന് അയക്കണമെന്ന ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ചർച്ചയ്ക്ക് ശേഷം മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ഉപക്ഷേപം സഭ പാസാക്കുകയും ബിൽ സബ്ജക്ട് കമ്മിറ്റി 8-ന്റെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തു. ഇനി 2024 കേരള ധനകാര്യ ബിൽ മരാമത്തും ഗതാഗതവും വാർത്താവിനിമയവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ 5-ൻ്റെയും വിദ്യുച്ഛക്തിയും തൊഴിലും തൊഴിലാളിക്ഷേമവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 7-ൻ്റെയും ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 14-ൻ്റെയും സംയുക്ത പരിഗണനയ്ക്കായി സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 8-ന് അയക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 8-ന്റെ പരിഗണനയ്ക്ക് അയക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി രാത്രി 7:30 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ സഭ ചേരുന്നതല്ല, മറ്റന്നാൾ സഭ വീണ്ടും സമ്മേളിക്കും. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും ജൂലൈ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.